ഇന്ത്യക്ക് ഓഡിയ സീരീസിൽ ഏറ്റിട്ടുള്ള ഒരു ക്ഷീണം T20 മാറ്റിയെടുക്കണം. കാരണം നമ്മൾ T20-യിലാണല്ലോ ഏറ്റവും ബെസ്റ്റ് ടീം. അതുപോലെ തന്നെ T20 വേൾഡ് കപ്പും വരാനിരിക്കുകയാണ്. അപ്പോൾ ന്യൂസിലൻഡിനെതിരെ ഒരു ഗംഭീര വിജയം. ടോസ് നഷ്ടപ്പെട്ടു, അത് നമുക്കൊരു പുത്തരിയല്ല. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യക്ക് ഒരു മിന്നുന്ന 48 റൺസിൻ്റെ ഒരു കിടിലൻ വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു വലിയ വിജയലക്ഷ്യമാണ് ന്യൂസിലൻഡിന് മുൻപിൽ വെക്കുന്നത്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ട് നേടുന്നത് 238 റൺസാണ് 20 ഓവറിൽ, 7 വിക്കറ്റ് നഷ്ടത്തിൽ. വന്നവരൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് നടത്തിയെന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇഷാൻ കിഷൻ്റെ ഒരു ഇൻക്ലൂഷൻ, അതുപോലെ സഞ്ജു സാംസൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്ന റോളിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം വളരെ ഗംഭീരമായിട്ട് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഒരു സൈഡിൽ അഭിഷേക് ശർമ്മയാണെങ്കിലും മറ്റു സൈഡിൽ സഞ്ജു ആണെങ്കിലും ആദ്യത്തെ ആ 2 ഓവേഴ്സിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവം കിടിലൻ തന്നെയായിരുന്നു. പക്ഷേ സഞ്ജുവിന് അധികം നേരം നിൽക്കാനായില്ല. 7 ബോൾ 10 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. 2 ബൗണ്ടറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സില്ലി ഷോട്ട് ആയിപ്പോയി. എനിവേ ഇനിയുള്ള മാച്ചസിൽ അദ്ദേഹത്തിനൊരു തിരിച്ചുവരവ്, ആ ഒരു ഫയർ, ആ ഒരു മറ്റ് പൊസിഷൻസിൽ കളിക്കുന്നതിൽ നിന്ന് ഓപ്പണിങ്ങിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം വളരെ എവിഡൻ്റ് ആണ്. അതിനുശേഷം ഇഷാൻ കിഷൻ വന്നും ആ ഒരു അഗ്രഷൻ കാണിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു അഗ്രഷൻ അണഞ്ഞുപോയി എന്നുള്ളതാണ്. 2 ബൗണ്ടറീസ് അടിച്ചു, 5 ബോൾ 8 റൺസ് എടുത്തിട്ടാണ് പുറത്താകുന്നത്. ശേഷമാണ് ഈ ഒരു മത്സരത്തിൽ ഒരു നല്ല ഒരു പാർട്ട്ണർഷിപ്പ് സൂര്യകുമാർ യാദവും അതുപോലെ അഭിഷേക് ശർമ്മയും കൂടി ചേർന്നിട്ടുണ്ടാകുന്നത്. എന്നാലും സൂര്യകുമാർ യാദവിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം വേൾഡ് കപ്പിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ്. 22 പന്തിൽ 32 റൺസ് എന്ന് പറയുന്ന വളരെ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് ആണ്. എന്നാൽ ഈ ഒരു മത്സരത്തിലെ കിടിലൻ പെർഫോമൻസ് നടത്തിയ അഭിഷേക് ശർമ്മ, വാട്ട് എ പെർഫോമർ. അദ്ദേഹം എന്തുകൊണ്ട് നമ്പർ 1 എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഇന്നിങ്സ് കൂടി നമ്മൾ കണ്ടു എന്നുള്ളതാണ്. 35 പന്തിൽ 84 റൺസ് എടുത്തുള്ള ഒരു കിടിലൻ പെർഫോമൻസ്. ഈ ഒരു മത്സരത്തിൽ 99 റൺസിൻ്റെ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പും ഇരുവരും ചേർന്ന് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. 10 ഓവർ ആകുന്ന സമയത്ത് തന്നെ 117 2 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ സൂര്യകുമാർ ഔട്ടാകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും 10.4 ഓവറിൽ 126 3. ഈവൻ 12 ഓവർ എത്തുന്ന സമയത്താണ് അഭിഷേക് ശർമ്മ പുറത്താകുന്നത്. അപ്പം 149 4 എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്. അവിടെ തന്നെ ഒരു പടുകൂറ്റൻ സ്കോർ ഇന്ത്യ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. അത്ര വലിയൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. കാരണം 8 സിക്സറുകളും 5 ബൗണ്ടറികളും അടങ്ങുന്ന ആ ഒരു ഇന്നിങ്സാണ് 35 പന്തിൽ 84 റൺസ് എടുത്ത ആ ഒരു അഭിഷേകിൻ്റെ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. ശേഷം വന്നപ്പോൾ ഹർദിക് പാണ്ഡ്യ ആണെങ്കിലും ഒരു നല്ല 16 ബോളിൽ 25 റൺസ് എടുത്തു. ശിവൻ ദുബെ പെട്ടെന്ന് ഔട്ടായി പോയി, 4 പന്തിൽ 9 റൺസ് എടുത്തു. ഒരു ക്യാമിയോ ആയിരുന്നു. എന്നാൽ റിങ്കു സിംഗിനായിരുന്നു അവസാന ഓവറുകളിൽ ഉത്തരവാദിത്തം. അപ്പോൾ റിങ്കു സിംഗ് ആദ്യം വരുന്ന സമയത്ത് ഇപ്പം ഹർദിക് പാണ്ഡ്യ അവിടെ കളിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം ഹർദിക്കിന് സ്ട്രൈക്ക് കൊടുത്തുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും റിങ്കു സിംഗ് കത്തിക്കയറി, പ്രത്യേകിച്ച് ലാസ്റ്റ് ഓവറുകളിൽ അടിച്ച് തരിപ്പണമാക്കി ഈ ഒരു സ്കോറിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഒരു ഘടകമായിട്ട് വന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ എല്ലാ ബാറ്റേഴ്സ് ആണെങ്കിലും സ്ട്രൈക്ക് റേറ്റ് 100-ന് മുകളിൽ പോയി എന്ന് പറയുന്നതും ബാറ്റ് ചെയ്ത എല്ലാവരും, അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ന്യൂസിലൻഡ് ബോളേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ജേക്കബ് ഡഫി 4 ഓവറിന് 27 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടി. പക്ഷേ ജേമിസൺ ആണെങ്കിൽ 4 ഓവർ 54 റൺസാണ് വിട്ടുകൊടുത്തത്. പക്ഷേ 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയിരുന്നു. ക്രിസ്റ്റൻ ക്ലാർക്ക് 4 ഓവർ എറിഞ്ഞിട്ട് 40 റൺസിന് 1 വിക്കറ്റാണ്. ക്രിസ്റ്റൻ ക്ലാർക്കിൻ്റെ മോശം ഫീൽഡിംഗ് പെർഫോമൻസ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ട് 2 ബൗണ്ടറീസ് ഒരേ ഓവറിലൊക്കെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ ഇഷ് സൗദിയും ആണെങ്കിലും അതുപോലെ മിച്ചൽ സ്റ്റാർട്ട്നർ ആണെങ്കിലും ആണ് ഓരോ വിക്കറ്റുകൾ വീതം നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാണെങ്കിലും ഇത്രയും വലിയൊരു കൂറ്റൻ സ്കോർ, അതായത് 239 റൺസ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ലക്ഷ്യമാക്കി ഇറങ്ങിയിട്ടുള്ള ന്യൂസിലൻഡിൻ്റെ ആദ്യത്തെ ഓവറിൽ തന്നെ 2ാമത്തെ പന്തിൽ തന്നെ ആദ്യത്തെ ഒരു വിക്കറ്റ് നഷ്ടമായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അത് അർഷദീപിൻ്റെ ഒരു ഉഗ്രൻ സ്വിങ് ആണ്. അവിടെയാണ് ഇപ്പം കോൺവേയുടെ വിക്കറ്റ് നഷ്ടമാകുന്നത്. അവിടെ ഒരു കിടിലൻ ക്യാച്ചും, ഒരു ഒറ്റ കൈ കൊണ്ടുള്ള ഒരു കിടിലൻ ക്യാച്ച് സഞ്ജു സാംസൻ്റെ ഉണ്ടായി. അങ്ങനെ ആദ്യത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി. 2ാമത്തെ ഓവറിൽ ഹർദിക് പാണ്ഡ്യ വന്നിട്ടാണെങ്കിലും രച്ചിൻ രവീന്ദ്രയുടെ വിക്കറ്റ് കൂടി നേടിയെടുത്തു. സ്ലിപ്പിൽ അഭിഷേക് ശർമ്മയാണ് ക്യാച്ച് എടുത്തത്. അങ്ങനെ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു പാളിച്ച സംഭവിച്ചു. പ്രത്യേകിച്ച് ഇത്രയും കൂറ്റൻ സ്കോർ പിന്തുടർന്ന് വരുന്നൊരു സിറ്റുവേഷനിൽ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാകുക എന്ന് പറയുന്നത് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന തന്നെയായി മാറി. പിന്നെ 3ാമത്തെയും 4ാമത്തെയും വിക്കറ്റിലുള്ളായിരുന്ന 2 നല്ല പാർട്ണർഷിപ്പുകളാണ്. ഇപ്പം ഫിലിപ്സ് ടിം റോബിൻസണായിട്ടുള്ളത് 51 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് 30 ബോളിൽ. അതുപോലെ തന്നെ ഫിലിപ്സും ചാപ്മാനുമായിട്ട് 42 പന്തിൽ 79 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പാണ്. പക്ഷേ ഇവരെ തന്നെ നേരത്തെ ഔട്ടാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഫിലിപ്സ്
ഈ ഒരു മത്സരത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ്, അതായത് 78 റൺസ് എടുത്ത ഒരു പെർഫോമൻസ് ആണ്. അദ്ദേഹം ആ ഒരു 50 ഒക്കെ അടിക്കുന്നതിന് മുമ്പ് തന്നെ റൺഔട്ട് ആകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അതുപോലെ ചാപ്മാൻ്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു റിങ്കു സിംഗും. അദ്ദേഹം ആണെങ്കിലും ഈ ഒരു മത്സരത്തിൽ 39 റൺസ് എടുത്തിരുന്നു. പിന്നെ അവരുടെ താരങ്ങളൊക്കെ തന്നെ ഇപ്പം ഡാരി മിച്ചലാണെങ്കിലും മിച്ചൽ സാറ്റർ ആണെങ്കിലും ഒക്കെ ഭേദപ്പെട്ട രീതിയിൽ കളിച്ചു എന്നുള്ളതാണ്. അപ്പം പക്ഷേ ഇത്രയും വലിയൊരു കൂട്ടൻ സ്കോർ, അതാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ത്യ ഇത്രയും വലിയൊരു കൂട്ടൻ സ്കോർ അടിക്കുകയും അതുപോലെ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ള പാളിച്ച, അങ്ങനെ ഒരു പാളിച്ച സംഭവിക്കുമ്പോൾ എന്താണെങ്കിലും പിന്നീട് വരുന്ന ബാറ്റേഴ്സിന് ഒരു പ്രഷർ സിറ്റുവേഷൻസിലേക്കൊക്കെ പോകുമല്ലോ. അപ്പം അത് ഒരു വിപത്തായിട്ട് മാറി. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ഇപ്പം ആ അഭിഷേക് ശർമ്മ സെറ്റ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ സൂര്യകുമാറിൻ്റെയും പിന്നെ വന്ന ഹർദിക്കും റിങ്കു സിംഗും ഒക്കെ അവസാന ഘട്ടത്തിൽ അടിച്ചതും ഒക്കെ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഗുണകരമായിട്ട് മാറിയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇത്രയും വലിയൊരു സ്കോർ ബിൽഡ് ചെയ്യാനും. എന്നാൽ ന്യൂസിലൻഡിന് എവിടെയാണ് പാളിച്ച സംഭവിച്ചതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പം ബോളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അർഷദീപ് 31 റൺസ് ഇട്ട് കൊടുത്തിട്ട് 4 ഓവറിൽ ഒരു വിക്കറ്റ് നേടി. ബുംറയ്ക്ക് വിക്കറ്റ് നേടാൻ സാധിച്ചില്ലെങ്കിൽ 3 ഓവർ 29 റൺസ് വിട്ട് കൊടുത്തിട്ട് ഉള്ളൂ. അതുപോലെ ഹാർദിക് പാണ്ഡ്യ 2 ഓവറിന് 20 റൺസ് വിട്ടുകൊടുത്ത ഒരു വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. വരുൺ ചക്രവർത്തിയാണ് 2 വിക്കറ്റ് നേടിയത്. അക്ഷർ പട്ടേൽ ഒരു വിക്കറ്റും ശിവൻ ദൂബെ വന്നിട്ട് അവസാനത്തെ ഓവറിലാണ് 2 വിക്കറ്റ് നേടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. എനിവേ ഇന്ത്യക്ക് T20 സീരീസിൽ നല്ലൊരു തുടക്കം കിട്ടിയിരിക്കുന്നു. ഓഡിയയിലും നല്ല തുടക്കം കിട്ടിയതാണ്. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. T20 സീരീസിൽ ഈ ഒരു പെർഫോമൻസ് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസും ടീം എത്രത്തോളം സെറ്റാണ്, എത്രത്തോളം സ്ട്രെങ്ത് ആണ്, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് മിഷൻ സൈനിങ് ഓഫ്.